Friends, welcome to Vrindavan PSC World. Hello friends, welcome to Vrindavan PSC World. അപ്പോൾ എല്ലാവരും എന്താണ് LGS, VFA പോലുള്ള എക്സാംസിന്റെ പ്രിപ്പറേഷൻസിലാണ് അല്ലെ. എന്തായാലും മാർച്ചിലെ എക്സാം കലണ്ടറിലും LGSനെ കുറിച്ചോ VFനെ കുറിച്ചോ അതിന് പ്രിലിംസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും യാതൊരു മെൻഷനിങ്ങോ ഇല്ല. കേൾക്കുന്നത് LGSന് പ്രിലിംസ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ്. കാരണം അതിനെ പ്രതീക്ഷിച്ച അത്രയും അപ്ലിക്കൻസ് വന്നിട്ടില്ല, അങ്ങനെയുള്ള ഇതൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് ഉറപ്പില്ല, നോക്കാം. ഓക്കെ, എനിവേസ് പ്രിലിംസ് ഉണ്ടെങ്കിലും മെയിൻസ് ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ നല്ലവണ്ണം പഠിച്ചാലേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലെവലിലോട്ട് നമ്മൾ എത്തുള്ളൂ അല്ലേ. ഇപ്പൊ പലരും പറയാറുണ്ട്, എന്താണ് എൻ്റെ ആഗ്രഹമാണ് ഇതെങ്കിലും നേടിയെടുക്കണം. ശരിയാണ്, എല്ലാവരും ഓരോ എക്സാമും നമ്മൾ ഓരോ പ്രതീക്ഷയാണ് അല്ലെ. ജസ്റ്റ് മിസ്സിന് വരെ നമുക്ക് കയ്യിൽ നിന്ന് പോകാം. അപ്പോൾ അത് അവിടെയാണ് നമ്മുടെ ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും ചിലരെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്രയും പഠിച്ചു പോയിട്ട് 1 മാർക്കിന് 2 മാർക്കിന് ഒക്കെ എന്താണ് പോയ ഇതുണ്ട്. എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും വിഷമം ഉണ്ടാക്കും അല്ലെ. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു ലക്ക് ഫാക്ടറും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറബിൾ ആയി വരട്ടെ. ഓക്കെ, ബാക്കി താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ഞാൻ മുൻപത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കണം അല്ലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന LGSനാണെങ്കിലും VFAക്കാണെങ്കിലും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് കറണ്ട് അഫയേഴ്സ് അല്ലെ. ഞാൻ പറഞ്ഞ കൂട്ടത്തില് SCERT പറഞ്ഞിട്ടുണ്ട് 5 തൊട്ട് 10 വരെയുള്ളത് കൃത്യമായിട്ട് നമുക്ക് സിലബസിലെ പോർഷൻസ് വരുന്ന പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് നോക്കി പഠിക്കേണ്ടത്. അതിൽ വേണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും നോക്കി സമയം കളയാൻ നിൽക്കേണ്ടതില്ല. മാത്രമല്ല, ജസ്റ്റ് ഒരു ഫാക്ട് മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളതെങ്കിൽ, അങ്ങനെയാണ് പറഞ്ഞു പോയിട്ടുള്ളത് എങ്കിൽ കൂടി നമ്മൾ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഒപ്പം പഠിച്ചു മാറ്റാൻ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് മാർത്താണ്ഡവർമ്മ, ഇപ്പോൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരിലെ തുടക്കം നമ്മൾ പഠിക്കുന്നത് മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന്റെ ടെക്സ്റ്റിൽ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് ഒരു കാര്യമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനോട് അസോസിയേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നറിയോ? അത് പഠിക്കണം. കാരണം ഈ കഴിഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാന് അദ്ദേഹത്തിന്റെ റീഫോംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചത്. ഇരയിലി എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായം അദ്ദേഹമാണ് കൊണ്ടുവന്നത്. ഒരു പെൻഷൻ സിസ്റ്റമാണ് ഇരയിലി അടുത്തു എന്ന് പറയുന്നത്, സൈനികർക്കുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സ്പെഷ്യലി നമ്മൾ നോക്കണം. ഇങ്ങനെ ഓരോ ഇപ്പോൾ ഹിസ്റ്ററി ഓറിയന്റഡ് ആയിട്ട്, നമുക്ക് സയൻസ് ഓറിയന്റഡ് ആയിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഏരിയ എടുത്ത് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അതിനോട് അസോസിയേറ്റ് ചെയ്ത് എന്തൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ ഹരിത കേരള മിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പഠിക്കാനുണ്ട് ടെക്സ്റ്റിൽ. പക്ഷെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഹരിത കേരള മിഷന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ പദ്ധതികളും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് വരെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ SCERTയുടെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സാം വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാം വരെ ഫുൾ ആക്സസ് ചെയ്യാൻ പറ്റും. ഫുൾ ക്ലാസ്സസ് ഓർഡറിൽ കിട്ടും. ഓക്കെ, പിന്നെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞൊരു സംഭവം എന്താണ്, ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്ന് PYQ വീക്ക്ലി എന്നുള്ള രീതിയിൽ 1-2 ഒക്കെ സെറ്റ് നല്ലവണ്ണം പഠിക്കണം. കാരണം മാക്സിമം പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ചെയ്യുക. കാരണം ഓരോ ആസ്പെക്റ്റിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ട് പരിശീലിച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും നല്ലോണം സ്പീഡ് കൂട്ടാനും അതുപോലെ തന്നെ എന്താണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു മാറ്റാനും സാധിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കറണ്ട് അഫയേഴ്സ് ഏതാണ് പഠിക്കേണ്ടത്? ഓക്കെ, അതിനുള്ള ഒരു നല്ലൊരു സോഴ്സ് എന്താണ്? കറണ്ട് അഫയേഴ്സ് പൊതുവെ നമുക്ക് സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ട് കുറേ ടെലിഗ്രാം ചാനൽസിൽ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അല്ലാതെ ഇപ്പോൾ ക്ലാസ്സസ് ആയിട്ട് കൊടുക്കുന്നുണ്ടാകാം. പിന്നെ ഈ പറയുന്ന പോലെ PSC ബുള്ളറ്റിൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഒരു ബാലികേറാ മലയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മെയിൻലി നമ്മളിപ്പോൾ ഒരു എക്സാം April May ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു 90 days ആണ് നമ്മൾ എക്സാം ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെക്കാം. ഓക്കെ, 90 days ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾക്കറിയില്ല ഇനി അങ്ങോട്ട് എക്സ്റ്റൻഷൻ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ 2025ന്റെ എൻഡ് ആവാറായല്ലോ. അപ്പോൾ ഒരു ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ 2025ന്റെ തൊട്ട് എക്സാമിന് തൊട്ട് മുൻപ് വരെ പ്രീവിയസ് മന്തിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. എങ്ങനത്തെ കറണ്ട് അഫയേഴ്സ്? ഒരു മന്ത്ലി പറയുന്ന നമ്മളധികം ശ്രദ്ധ കൊടുക്കാൻ സാധ്യതയില്ല. ഒരു മാസത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന, കേരളത്തിന്റെ ഉള്ളിൽ നടക്കുന്ന, മറ്റ് സംസ്ഥാനം നമ്മുടെ തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ എന്താണ് കൃത്യമായിട്ട് ഈ ഓരോ മാസങ്ങളിലുള്ള ഈ ഫാക്ച്വൽ വളരെ എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കി പോകണം. ഓക്കെ, അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ബാക്കിയുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ കൂടെ പഠിച്ചു പോകേണ്ടതാണ്. ടോപ്പിക് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാണ്, സ്പേസ്, ആർട്സ്, സയൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ടോപ്പിക് വൈസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മന്ത്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഓരോ മാസത്തിന്റെയും എടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ.
അത് കാരണം എന്തൊക്കെ ഇതിലേതാണ് പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാകില്ല. എന്തോരം ഇങ്ങനത്തെ ഫാക്ട്സ് ഉണ്ട്, ഇതൊക്കെ പഠിച്ചു മാറ്റാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈപ്പ് ഓഫ് കറന്റ് അഫയേഴ്സ് കുറച്ച് ട്രിക്കിയാണ്. നമുക്ക് അറിയില്ല ഏതൊക്കെ പഠിക്കണം എന്നുള്ളത്. അപ്പം ഈ ന്യൂ ഇയറിന്റെ പ്രമാണിച്ച് ഞാൻ SCERT ക്ലാസ്, അതുപോലെ തന്നെ ഡെയിലി ടെസ്റ്റ് പ്ലസ് ഡെയിലി സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ ഒരു സംഭവം കൊടുക്കുന്നുണ്ടല്ലോ. ഇതിന് 699 രൂപയാണ്. എക്സാം വരെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സും ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന്റെ എന്താണ് കറണ്ട് അഫയേഴ്സ് എഴുതി തയ്യാറാക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്തിലെ ഏറ്റവും സെലക്റ്റീവ് ആയിട്ട് പ്രധാനപ്പെട്ട ഫാക്ട്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു നോട്ടാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് അതുപോലെ തന്നെ ഇനി SCERT ക്ലാസ് മാത്രമാണ്, അതായത് SCERT ക്ലാസ് മാത്രമുള്ളതിനാണെങ്കിൽ 499 റുപ്പീസാണ്. അതിനും ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഞാൻ പറഞ്ഞു ഈ പറയുന്ന മാസങ്ങളിൽ ഓരോ മാസത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇതായിട്ട് വരിക. എല്ലാം കൂടി നമ്മൾ പഠിക്കാൻ നിന്നാൽ ഒരിക്കലും നടക്കത്തില്ല. അപ്പൊ നമ്മൾ സെലക്റ്റീവ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഈ കറണ്ട് അഫയേഴ്സ്. അത് മിക്കതും അങ്ങനെ എടുക്കുന്നത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ ഈ പറയുന്ന സെയിൽസ്മാൻ ആണെങ്കിലും അതിന് മുൻപത്തെ എക്സാമിനൊക്കെ ആണെങ്കിലും ഈ സെലക്റ്റീവ് ആയിട്ട് എഴുതി വെക്കുന്നതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സും ഫ്രീ ആയിട്ട് കിട്ടും. ഇത് പർച്ചേസ് ചെയ്തവർക്ക് കേട്ടോ, ഇത് രണ്ടും പർച്ചേസ് ചെയ്തവർക്ക് എക്സാം വരെ ഈ കറണ്ട് അഫയേഴ്സും ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എന്താണ് അഭിപ്രായം, എന്താണ്, അതുപോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മന്ത്ലി വൈസ് എന്ന്, അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി വൈസ് അങ്ങനെ നോക്കണം. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ളത് നോക്കണം. ഓക്കെ, ഈ ടോപ്പിക് വൈസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അവാർഡ്സ്, നൊബേല്, അതുപോലെ സ്പോർട്സിന്റെ ഗെയിമുകൾ, കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഇങ്ങനെയുള്ള എക്സ്ട്രീംലി സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അതായത് ഓരോ വർഷങ്ങളിലും നടന്നു പോകുന്ന കാര്യങ്ങൾ. ഇതൊരു 2025, 24, 23 എന്നുള്ളതിന്റെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും സംശയം തോന്നില്ലേ, അതായത് 24, 23 അല്ലെങ്കിൽ 24 വർഷം തൊട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് അങ്ങനെ പഠിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ടോപ്പിക് വൈസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ അവാർഡുകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് മാത്രം നമുക്കിപ്പോൾ എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുള്ള പുരസ്കാരം, ഇങ്ങനെയുള്ള പുരസ്കാരങ്ങളില്ലേ, പുരസ്കാരങ്ങളുടെ ഈ 3 വർഷത്തെയും ജേതാക്കളെ ഒന്ന് അറിഞ്ഞിരിക്കണം, അവരുടെ കൃതികളും അറിഞ്ഞിരിക്കണം. കാരണം അതെപ്പോഴും കറണ്ട് ഇയർ മാത്രം ചോദിക്കണമെന്നില്ല, പ്രീവിയസ് ഇയർ വെച്ച് ചോദിക്കാം. ഓക്കെ, അതുപോലെ നൊബേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് 2025. ഇത് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 24ലെയും കമ്പയർ ചെയ്ത് ചോദിക്കാറുണ്ട്. 25 പ്രതീക്ഷിച്ച എല്ലാവരും പോകും, പക്ഷേ 24ലെയും ചോദിക്കാറുണ്ട്. അപ്പോൾ അതും അങ്ങനത്തെ ഒരു 24, 23 നോക്കിയില്ലെങ്കിൽ ഒരു 24എങ്കിലും നോക്കണം. പറ്റിയ 23 നോക്കുന്നത് നല്ലതാണ്, കാരണം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഗെയിംസിന്റെ ഒക്കെ വേദികൾ, അതുപോലെ ഇപ്പോൾ നടന്ന ഗെയിമുകളുടെ വിന്നേഴ്സ്, കഴിഞ്ഞ തവണത്തെ വിന്നേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഓരോ സംഭവങ്ങളുടെ ഓരോ ഇപ്പോൾ ഉച്ചകോടികളുടെയൊക്കെ വേദികളുണ്ടല്ലോ, ഈ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ, അതിന് മുമ്പത്തെ വർഷത്തെ, അങ്ങനെ വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മളൊരു പ്രീവിയസ് 3 ഇയേഴ്സിന്റെ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഓക്കെ, അത് ഒരിക്കലും നമുക്ക് മാറ്റിയെടുത്താൻ പറ്റില്ല, കാരണം കറണ്ട് ഇയർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് അങ്ങനെ പഠിച്ചു മാറ്റണം കറണ്ട് അഫയേഴ്സ്. പിന്നെ മന്ത്ലി വൈസ് ഉള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ട് എടുത്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഞാൻ എന്തുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഇത്രയും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അധികം വെയിറ്റേജ് അതിനുണ്ട്. ഓക്കെ, വെയിറ്റേജ് കൂടിയൊരു സംഭവമാണ് കറണ്ട് അഫയേഴ്സ്. മിക്കവർക്കും മാർക്ക് പോകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കാരണം സെയിൽസ്മാൻ ഒക്കെ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ഭയങ്കര ടഫായിട്ടുള്ളതായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേയധികം ഏരിയാസിൽ നിന്ന് അവർ ചോദിച്ചു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ 2025 തുടക്കത്തിലുള്ള കുറച്ച് മന്ത്ലി വൈസ് നടന്നതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, പഠിച്ചു മാറ്റാൻ ശ്രമിക്കണം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റുകൾ, അല്ലെങ്കിൽ ഇതിൽ ഇലക്ഷനുകൾ, ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു, അങ്ങനത്തെ ഇലക്ഷനുകളൊക്കെ വരുന്നല്ലോ, ഇതൊക്കെ തീർച്ചയായിട്ടും നോക്കണം. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമനങ്ങൾ, എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഓരോ പോസ്റ്റിലേക്കുള്ളത്, ഇതൊക്കെ തീർച്ചയായിട്ടും നോക്കണം. കാരണം ഇതൊക്കെ കറണ്ട് അഫെയർ ഓറിയന്റഡ് ആണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു മാറ്റിയാലേ നമുക്ക് ആ പരീക്ഷ ടൈം ആകുമ്പോൾ അത്യാവശ്യം നല്ലവണ്ണം റിവൈസ് ചെയ്ത് സെറ്റാക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം ഇതാക്കിയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഓർമ്മ കിട്ടണമെന്നില്ലല്ലോ. സോ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് പഠിച്ചാൽ കറണ്ട് അഫെയർ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലാതെ 24ത്തെ ഫുൾ മന്തിലെ പഠിച്ചിട്ട് 25ലെയും ഫുൾ മന്തിലെ പഠിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഞാൻ കറണ്ട് അഫെയർ പഠിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ളത് അങ്ങനെ പഠിക്കും. പിന്നെ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ ഏറ്റവും ഒരു നമ്മുടെ എക്സാമിന് മുൻപ് വരെയുള്ള മാസത്തെ ഒരു 3-4 മാസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കും. ഇത്രയും എനിക്ക് കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചെയ്യാൻ എനിക്ക് കൂടുതൽ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്ന കാര്യം ഇതാണ്. കറണ്ട് അഫെയർസ് മിക്കതും ശരിയാവാറുണ്ട് കേട്ടോ. അപ്പോൾ
ഇതില് ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ആണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് ഇപ്പോൾ പലർക്കും സബ്ജക്റ്റ് വൈസ് ഉള്ള കാര്യങ്ങൾ മിക്കവരും സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് കണ്ടിന്യൂസ് ആയി പഠിച്ച് പരിചയമുള്ളവർക്ക് ഏരിയാസ് ഒക്കെ അത്യാവശ്യം ബൈ ഹാർട്ട് ആയവർക്ക് പ്രശ്നം വരില്ല. അപ്പോൾ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കറണ്ട് അഫെയർസ് ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും അവരുടെ റാങ്ക് ടോപ്പ് ആക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറണ്ട് അഫെയർസിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞത്. സോ നിങ്ങൾ ഇനിയിപ്പോൾ സ്വയം സെർച്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിലും ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഞാൻ പറഞ്ഞു നോട്ട്സ് ഫ്രീ ആയിട്ട് ഇങ്ങനെ അത് പർച്ചേസ് ചെയ്തവർക്കാണ് ജാനുവരി 1 മുൻപ് ജോയിൻ ചെയ്യുന്നവർക്ക് കറണ്ട് അഫെയർസും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു നവംബർ തൊട്ടുള്ളതായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമായിരിക്കും അതിൽ എഴുതി തയ്യാറാക്കുക. അതിൽ അതിൻ്റെ നോട്ട്സ് കൊടുക്കുന്ന രീതിയിലാണ് ആലോചിച്ച് വെച്ചേക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ജോയിൻ ചെയ്യാം. ഞാൻ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ സാധാരണ പഠിക്കുന്ന CRT കാര്യങ്ങളുടെയും സിലബസ് വൈസ് പഠിക്കുന്ന പോർഷൻസിൻ്റെയും ഒപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലെവലിലോട്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ് ചെയ്തൊരു മാർക്കിലോട്ട് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ LGS ഒക്കെ ആണെങ്കിൽ LGS മാത്രമല്ല VFA ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല കട്ട് ഓഫുകളാണ്. അപ്പോൾ ആ കട്ട് ഓഫ് ഒക്കെ നമുക്ക് മറികടക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എഫേർട്ട് തന്നെ എടുക്കേണ്ടി വരും. പിന്നെ അത്യാവശ്യം കോമ്പറ്റീഷനുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. സോ ഇത് അത്യാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം കേട്ടോ. പിന്നെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ മറക്കരുത്, പഠിക്കുമ്പോൾ വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇപ്പോഴത്തെ പാറ്റേണുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ട് തന്നെ പരിശീലിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എൻ്റെ ക്ലാസ്സസിലും കൊടുക്കുന്നത് കേട്ടോ. സോ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് അതെന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും. കാരണം പല ടൈപ്പ് ഒരു ഏരിയയിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരാമോ അതിൻ്റെ ഇത് നോക്കിയിട്ട് തന്നെയാണ് ഇടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.